ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ 4th ഡേ ആണ് ഇന്നത്തെ ദിവസം. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിനോട് ബൈ ബൈ പറയാണ്. അങ്ങനെ 4 ദിവസത്തെ ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം ഞങ്ങളങ്ങനെ തിരിച്ചിനി നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിരിക്കും ഇന്നത്തെ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കുകയാണ്. നമ്മൾ 4 ദിവസം പോയത് എങ്ങനെയാണെന്നറിയില്ല, അത്രയും പെട്ടെന്നാട്ടോ പോയത്. നമുക്ക് ഒരു ബോറടി ഉണ്ടായിട്ടില്ല, ഒരു ഇതുണ്ടല്ല, ഫുള്ള് നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 7:30 ആകുമ്പോൾ തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വലിയ തിരക്കാവുന്നതിന് മുൻപേ ബാംഗ്ലൂർ സിറ്റി വിടാമെന്ന് കരുതി. അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷായി നമ്മൾ സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു ഞാൻ. പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് രാവിലെ ഫ്രഷായിട്ട് നേരെ 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കാൻ നിന്നില്ല, അതൊക്കെ പോകുന്ന വഴി എവിടെന്നെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മൂന്നാളും കൂടെ ഇനി നാട്ടിലേക്ക് പോവാണ്. എത്രയൊക്കെ രാവിലെ നമ്മൾ ഇറങ്ങിയാലും ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് കടന്നു വിടാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിലെടുത്തു. കാരണം ആ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് തിരക്കിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റ് 7:30 ആകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ സിറ്റിയിലെ തിരക്കിൽ പെടുക ചെയ്തത്. എന്നാലും പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുടക് വഴിയാണ് പോകുന്നത്. അപ്പോൾ കുടക് ഒന്ന് സ്റ്റോപ്പാക്കിയിട്ട് അവിടെ 1-2 സ്ഥലങ്ങളും കൂടെ കാണാമെന്ന് കരുതി. ഏതായാലും വന്നതല്ലേ, അപ്പോൾ പിന്നെ അവിടെയും കൂടി ഒന്ന് കാണാമെന്ന് കരുതി. ഞാൻ എന്തായാലും അവിടെയൊന്നും കാണാത്ത സ്ഥലമാണ്, അപ്പോൾ ഞാനൊന്ന് കാണാമെന്ന് കരുതി. പിന്നെ വൈകിക്കും നല്ലൊരു രസമായിരിക്കില്ലേ, അപ്പോൾ അവിടെയും കൂടി കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ വഴിയാണ് ഇത്തവണ പോകുന്നത്. അപ്പോൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ വന്ന സമയത്ത് കുരി ഇരുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നില്ലേ റോഡുകളൊക്കെ, ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന സമയത്താണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. ഒരു രക്ഷയില്ലാത്ത സീനറികളായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു ആ റോഡ്. ഇത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആണ്. ഭയങ്കര രസമായിരുന്നു ആ വഴികളൊക്കെ. അതിൻ്റെ സൈഡിൽ ഓരോ കൃഷികളും പിന്നെ ഓരോ മലകളും, അങ്ങനെ എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. നല്ല നോക്കിയിരുന്നു, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു 2 സൈഡും കാണാൻ. അങ്ങനെ പുറത്തെ സീനറികളൊക്കെ കണ്ട് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഷോപ്പ് നോക്കുമ്പോൾ ഷോപ്സൊന്നും ആ വഴിയിലൊന്നുമില്ല കേട്ടോ. ഇത് ഹൈവേ ആയതുകൊണ്ട് തന്നെ ഷോപ്സൊന്നും നമ്മൾ പോകുന്ന വഴിയൊന്നും കണ്ടില്ല. പിന്നെ നമ്മളങ്ങനെ ഒരു ചെറിയ ടീ സ്റ്റാൾ കണ്ടപ്പോൾ അവിടുന്ന് ചെറിയ രീതിയിലുള്ള ചായയും പിന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കുടകിലുള്ള ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയാണ് പോകാൻ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു വാട്ടർഫാൾസും കൂടെ പോകാൻ പ്ലാൻ ഉണ്ട്. അത് സമയത്തിനനുസരിച്ച് നല്ല ലേറ്റ് ആവുകയാണെങ്കിൽ അത് ക്യാൻസലാക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെയും കൂടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ബാംഗ്ലൂരിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, അല്ലാതെ നമുക്ക് വഴിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരു 4 മണിക്കൂർ ദൂരത്തോളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഗോൾഡൻ ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അതിൽ
കാറിനൊക്കെ വരുന്നത് 40 രൂപ. പിന്നെ ചെറിയ വണ്ടികൾക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ 30, 20 അങ്ങനെയൊക്കെ കേട്ടോ. വലിയ വലിയ വണ്ടികൾക്കൊക്കെ ബസ്സിനും ഇതിനൊക്കെ 80 രൂപ അങ്ങനെയൊക്കെ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ 40 രൂപ കൊടുത്തിട്ട് നമ്മൾ കാർ പാർക്കിംഗ് ചെയ്തിട്ട് അവിടെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് നടക്കാനുണ്ട് ടെമ്പിളിൻ്റെ അങ്ങോട്ട്. അങ്ങനെ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ആ ഏരിയയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് നടക്കണം ആ ഒരു ടെമ്പിളിൻ്റെ അങ്ങോട്ട് എത്താൻ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ വൈക നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അതായത് ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറാൻ പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. അതുപോലെ തന്നെ ഏതൊരാൾക്കും കയറാനും പറ്റും കേട്ടോ. പിന്നെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും അവിടെ എഴുതി വെച്ചതോ അല്ലെങ്കിൽ പറഞ്ഞതോ ഒന്നുമില്ല, എല്ലാവർക്കും കയറാനും പറ്റും. അങ്ങനെ ബാംഗ്ലൂരിലെ ആ തണുത്ത ക്ലൈമറ്റിൽ നിന്ന്, അതായത് ചെറിയൊരു തണുപ്പൊക്കെ ആയിരുന്നല്ലോ ബാംഗ്ലൂരിലുണ്ടായിരുന്നത്, അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബാംഗ്ലൂരിലെ ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് കുടകിലെത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ആ സൈഡിലൊക്കെ. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, കുറേ മലയാളീസും ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ മലയാളീസ് വരുന്നൊരു ഏരിയ തന്നെയാണ് കുടക്. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ, അതായത് ടെമ്പിളിൻ്റെ ഏരിയയിൽ കുറേ ഓരോരോ ബിൽഡിങ്സൊക്കെ ഉണ്ട്. ഈ ബുദ്ധമതത്തിൻ്റെ ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ കുറേ ഏരിയാസിൽ അവരുടെ ആ ഒരു വേഷമൊക്കെ ധരിച്ചിട്ട് ഒരുപാട് പേരിങ്ങനെ സന്യാസിമാരൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ മെയിനായിട്ടുള്ള ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ അതിൽ ഉള്ളിൽ ബുദ്ധനും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ എല്ലാം ഒന്ന് നോക്കി കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഉള്ളിൽ സത്യത്തിൽ ഫോട്ടോയും വീഡിയോക്കാളൊക്കെ കാണാൻ, നേരിട്ട് കാണാനാട്ടോ നല്ല ഭംഗി. അതായത് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ എത്രത്തോളം ഭംഗി ഉണ്ടാവും അറിയില്ല. അതേപോലെ അവിടുത്തെ പുറത്ത് നല്ല പെയിൻറ്റിങ്സും നല്ല ഡോറൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വീഡിയോയിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ കുടക് പോകുമ്പോൾ എന്തായാലും ഈ ഒരു ഗോൾഡൻ ടെമ്പിളും കൂടെ കാണുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത്. അവിടുത്തെ ഓരോരോ പെയിൻറ്റിങ്സും അവിടുത്തെ ഓരോ രൂപങ്ങൾക്കൊക്കെ ഈ ബുദ്ധമതത്തിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും പറയാത്തത്. നമ്മൾ പറയുന്നത് തെറ്റിപ്പോരുതല്ലോ. അപ്പോൾ അതൊക്കെ ഇനി നേരിട്ട് നിങ്ങൾ ആ വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കാണുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ വൈകി അവിടെ പോയപ്പോൾ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് ആകെ അലമ്പാക്കിയിരുന്നു. ഇതുവരെ നടക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ നടന്നപ്പോൾ ഫുള്ള് അവിടെ അലമ്പായിരുന്നു.
അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എന്തായാലും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആവശ്യത്തിലധികം എടുത്ത് കൂട്ടുമായിരുന്നു. അപ്പോൾ തന്നെ സമയം ഉച്ചയായിരുന്നു. ഉച്ച നല്ല ഒരു 2 മണിയൊക്കെ ആയിരുന്നു. നല്ല വിശപ്പും വന്നിരുന്നു, കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് പോവാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു വാട്ടർഫാൾസും കൂടെ കാണണമെന്ന് നമ്മൾ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു, കാരണം നമുക്ക് 2 മണിയായിരുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു 3 മണിയെല്ലാം കഴിയും. എന്നിട്ട് വാട്ടർഫാൾസും കൂടെ കാണുമ്പോഴേക്കും പിന്നെയും ഈവനിങ് ആവും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇനിയുണ്ട് ഒരു 3-4 മണിക്കൂറുണ്ട്. 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു അവിടുന്ന് തലശ്ശേരിക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ബാംഗ്ലൂരിൽ നിന്ന് കാര്യമായിട്ടുള്ള ഗംഭീര ഫുഡുകളായിരുന്നു 3-4 ദിവസം. നല്ല ഹോട്ടൽസ് ഉണ്ട്, നല്ല വെറൈറ്റി ഫുഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ടായിരിക്കാം ഇത്തവണ നമുക്ക് കുടകത്ത് കിട്ടിയത് ഒരു ലോക ദുരന്ത ഫുഡായിരുന്നു. ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. പിന്നെ ഇനിയും ദൂരെ പോയാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പിന്നെ ആ സമയത്ത് നല്ല വിശപ്പും വന്നിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ കയറി. ഒരു മലയാളികളൊക്കെ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു വൃത്തികെട്ട ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. ബിരിയാണിന്ന് പേര് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആവട്ടെ, വിശപ്പിൻ്റെ വിളി കൊണ്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയെല്ലാം കഴിച്ച് നമ്മൾ അങ്ങനെ ഇനി തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ ബാംഗ്ലൂരിനോടും കുടകിനോടും എല്ലാത്തിനോടും ബൈ ബൈ പറഞ്ഞ് നമ്മളങ്ങനെ നേരെ ഇനി നാട്ടിലേക്ക് പോവാണ്. ഇനി ഒരു 3 മണിക്കൂറിന് ഡ്രൈവ് ഉണ്ടായിരുന്നു കുടകുന്ന് തലശ്ശേരി എത്താൻ. അപ്പോൾ ഇനി നമ്മൾ ഈ വഴികളൊക്കെ രാത്രി വന്നതുകൊണ്ട് തന്നെ നമ്മളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ഇരുട്ടായിരുന്നല്ലോ. നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്നത്. 2 സൈഡിലുള്ള കാടുകൾ, തോട്ടങ്ങൾ എല്ലാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കേട്ടോ കണ്ടിരിക്കാൻ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാംഗ്ലൂർ സീരീസ് കഴിഞ്ഞു, കുടകും എത്തി. കുടകിൽ നിന്നും നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നാട്ടിലെയും അബുദാബിയിലെയൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് കാണണം. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.